Hi dears, it's me Adarsh from MS Solution. ഇനി എന്തിന് വേറെ സൊല്യൂഷൻ മക്കളെ, നമ്മൾ ജോഗ്രഫിയുടെ മൂന്നാമത്തെ ചാപ്റ്ററിലെ കുറച്ച് ലെവൽ 3 ക്വസ്റ്റ്യൻസ് നമുക്ക് പരിചയപ്പെടാം. 4-5 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ കുറച്ച് ഹാർഡ് എന്ന് പറയാൻ എന്തുകൊണ്ടാണ് പറയുന്നത് വെച്ചാൽ, കുറച്ചുകൂടി നമുക്ക് എന്ത് ചെയ്യണം, ഈ ഭാഗങ്ങൾ ടെക്സ്റ്റ് ബുക്കിന്റെ ആഴത്തിലേക്ക് അല്ലെങ്കിൽ ആഴത്തിൽ വായിച്ചാൽ മാത്രം നമുക്ക് കറക്റ്റ് ആൻസർ ചെയ്യാൻ പറ്റും. ഇപ്പോൾ നിങ്ങൾ ക്വസ്റ്റ്യൻ കേൾക്കുന്ന സമയത്ത് ഇത് ഈസി ആണല്ലോ എന്നൊക്കെ തോന്നിയെങ്കിലും നമുക്ക് ഇത്തരം പോയിന്റുകൾ അവിടെ വെക്കണം എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാണെങ്കിൽ നമുക്ക് ആ ടെക്സ്റ്റ് ബുക്ക് രണ്ടാമതൊരു വായനയിൽ മാത്രമേ സാധിക്കും. അതായത് കുറച്ചുകൂടി നമ്മൾ ആഴത്തിൽ മനസ്സിലാക്കണം എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ അങ്ങനത്തെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് പരിചയപ്പെടുത്താൻ പോകുന്നത്. നമുക്ക് നേരെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. നിങ്ങൾ ലൈക്കും ഷെയറും കമന്റ് ഒക്കെ ചെയ്യാം കേട്ടോ. നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. അനലൈസ് ഹൗ ദ ഹൈ കൺസിസ്റ്റന്റ് ടെമ്പറേച്ചർ ആൻഡ് ഹെവി കൺവെൻഷണൽ റെയിൻഫാൾ ലീഡ് ടു ദ ഫോർമേഷൻ ഓഫ് മൾട്ടി ലെയർഡ് എവർഗ്രീൻ ഫോറസ്റ്റ്. എക്സ്പ്ലെയിൻ ദ റിലേഷൻ ബിറ്റ്വീൻ ദീസ് ടു ക്ലൈമാറ്റിക് എലമെന്റ്സ്. മലയാളം എന്താ വെച്ചാൽ, ഉയർന്നതും സ്ഥിരമായതുമായ താപനിലയും കനത്ത സംവഹന മഴയും എങ്ങനെയാണ് ബഹുനിലകളുള്ള നിത്യഹരിത വനങ്ങൾ രൂപപ്പെടാൻ കാരണമാകുന്നതെന്ന് വിശകലനം ചെയ്യുക. ഈ രണ്ട് കാലാവസ്ഥാ ഘടകങ്ങൾ തമ്മിലുള്ള ബന്ധം വിശദമാക്കുക എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ ഇവിടെ ചോദിച്ചിരുന്ന പ്രധാനപ്പെട്ട കാര്യം എന്താണ്? കാലാവസ്ഥ നമ്മൾ എഴുതണം. അതായത് ഒരു വലിയ ക്വസ്റ്റ്യൻ ആണിത്. ഇതിൽ പല കാര്യങ്ങൾ ഇൻക്ലൂഡ് ആക്കിയിട്ട് നമ്മൾ എഴുതേണ്ടതുണ്ട്. അപ്പോൾ ഇതിപ്പോൾ ഒരു ബഹുനില ഘടകങ്ങൾ അല്ലെങ്കിൽ ബഹുനില ഘട്ടങ്ങൾ എന്നൊക്കെ പറയുന്ന സമയത്ത് നമുക്ക് ആ കാനോപ്പിനെ കുറിച്ചൊക്കെ ഓർമ്മ വരും, മേലാപ്പുകളെ കുറിച്ചൊക്കെ ഓർമ്മ വരും. അതും ഇവിടെ ആൻസർ ആയിട്ട് എഴുതണം. പക്ഷെ അത് മാത്രമല്ല ഇവിടെ ചോദിച്ചിട്ടുള്ളത്. പ്രധാനമായി അവിടെ ചോദിച്ചിട്ടുള്ളത് അവിടുത്തെ താപനിലയും സംവഹന മഴയും തമ്മിലുള്ള ബന്ധമാണ്. അതെങ്ങനെയാണ് എവർഗ്രീൻ ആക്കി മാറ്റുന്നത്, അല്ലെ? ആ പ്രദേശത്തെ കാടുകൾ എങ്ങനെയാണ് നിത്യഹരിതമാക്കി മാറ്റുന്നത്? ഇത്തരം ക്വസ്റ്റ്യനിലൂടെ നിങ്ങൾ ആ ക്വസ്റ്റ്യന്റെ ആ ഉത്തരങ്ങളിലൂടെ ചെന്ന് കഴിഞ്ഞിട്ടാണ് നിങ്ങൾ ലെയറിനെ കുറിച്ച് എഴുതി വെക്കേണ്ടത്, കാനോപ്പിനെ കുറിച്ച്, മേലാപ്പുകളെ കുറിച്ച് എഴുതി വെക്കണം. നമ്മളൊരു ചിത്രം പഠിക്കുന്നില്ല, ഓരോ ലെയറാക്കി കാടിനെ തിരിക്കുന്നൊക്കെ, അതൊക്കെ നിങ്ങൾ അങ്ങനെ അതിലേക്ക് എത്തുകയാണ് വേണ്ടത്. ആദ്യം നിങ്ങൾ എഴുതേണ്ട കാര്യം എന്താ? താപനിലയും മഴയും തമ്മിലുള്ള ബന്ധവും കാര്യങ്ങളൊക്കെ എഴുതാം. ഓക്കെ, നമുക്ക് എങ്ങനെയാ ആൻസർ ചെയ്യാന്നുള്ളത് നോക്കാം. എന്തൊക്കെ പോയിന്റ് അതിൽ വരും നോക്കാം. ആദ്യം നിങ്ങൾ എഴുതേണ്ട കാര്യം എന്ന് വെച്ചാൽ അവിടുത്തെ ടെമ്പറേച്ചറിനെ കുറിച്ച് തന്നെയാണ്. അപ്പോൾ അവിടെ എന്താണ്? ഹൈ ടെമ്പറേച്ചർ ആണെന്നുള്ള കാര്യം ആദ്യം എഴുതുക. ഏകദേശം 27 ഡിഗ്രി സെൽഷ്യസ് ഒക്കെയാണ് അതിൻ്റെ ഒരു ടെമ്പറേച്ചറിൻ്റെ ഒരു രീതിയൊക്കെ വരുന്നത്. അതേസമയത്ത് എന്താണ്? കൃത്യമായിട്ടും അത് സൺറൈസ് ഡയറക്റ്റ് ആയിട്ട് പതിക്കുന്ന സ്ഥലമാണ് നമ്മുടെ ഇക്വറ്റോറിയൽ ക്ലൈമാറ്റിക് റീജിയൻ, ഭൂമധ്യരേഖ കാലാവസ്ഥ മേഖല എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അവിടെ മെൻഷൻ ചെയ്ത് എഴുതാൻ പറ്റും. അതായത് മരങ്ങൾക്ക്, കാടുകൾക്ക്, സസ്യങ്ങൾക്ക്, വെജിറ്റേഷൻ എല്ലാത്തിനും കൃത്യമായി വളരാനുള്ള ഊർജം, നല്ല ഊർജ്ജം എവിടെ നിന്ന് കിട്ടുന്നുണ്ട്? ഈ ടെമ്പറേച്ചറിൽ നിന്ന് കിട്ടുന്നുണ്ട്, അല്ലെ? അതായത് സസ്യങ്ങൾ വളരാൻ വേണ്ടിയിട്ടുള്ള ആദ്യത്തെ ഘടകം എന്ന് പറയാൻ സൺലൈറ്റ് ആണ്. അത് നല്ലപോലെ ഇവിടെ കിട്ടുന്നുണ്ട്. അത് ഓക്കെ, കംപ്ലീറ്റ് ആണ് എന്നുള്ളതാണ്. പിന്നെ നമുക്ക് എന്തിനെ കുറിച്ച് എഴുതാം? റെയിൻഫാളിനെ കുറിച്ച് എഴുതാം. ഹെവി റെയിൻഫാൾ ആണ്. എന്തുകൊണ്ടാണ് ഹെവി റെയിൻഫാളായി മാറുന്നത്? നല്ലപോലെ ചൂട് അവിടെയാണ്. നേരത്തെ പറഞ്ഞല്ലോ, ഫസ്റ്റ് പോയിന്റ് ഹെവി, എന്താ പറയുക, ഹൈ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞു. അപ്പോൾ നല്ല ചൂടുള്ളത് കൊണ്ട് തന്നെ ഇവിടെ എന്തുണ്ടാവും? നല്ലപോലെ ബാഷ്പീകരണം നടക്കും, അല്ലെ? ഇവാപറേഷൻ നടക്കും. അങ്ങനെ ഇവാപറേഷൻ കൃത്യമായി നടക്കുന്നത് കൊണ്ട് തന്നെ അവിടെ നല്ല രീതിയിലുള്ള കൺവെൻഷണൽ റെയിൻഫാൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്, അല്ലെ? അതായത് സംവഹന മഴ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതാണ് ഇവിടെ നല്ലപോലെ മഴ കിട്ടുന്നത്. അപ്പൊ രണ്ട് കാര്യങ്ങൾ ഒത്തു വന്നു. എന്താണ്? ഒരു നല്ല ചൂടും അവിടെ കിട്ടി, അതേപോലെ തന്നെ നല്ല മഴയും കിട്ടി, അല്ലെ? നല്ല ടെമ്പറേച്ചർ ഉണ്ട്, അതുപോലെ തന്നെ നല്ല റെയിൻഫാളും ഉണ്ട്. ഇത് രണ്ടും തന്നെ മതി എന്തിന്? നമ്മുടെ ഒരു നല്ല സസ്യം വളരാൻ വേണ്ടിയിട്ട്, വെജിറ്റേഷൻ നല്ലപോലെ ഉണ്ടാകാൻ വേണ്ടിയിട്ട് ഇത് രണ്ടും തന്നെ ധാരാളമാണ്, അല്ലെ? അത് ഒരു കാരണമാണ്, നല്ലപോലെ വളരാൻ വേണ്ടിയുള്ള കാരണമാണ്. അതുപോലെ തന്നെ അതിന്റെ ആ സെന്റിമീറ്റർ ഒക്കെ നിങ്ങൾക്ക് എഴുതുക. 175 to 250 ആണ് അതിന് മഴ പെയ്യുന്നതിന്റെ ഒരു അളവ് എന്നൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അവിടെ എഴുതി വെക്കാവുന്നതാണ്. ഇനി എവർഗ്രീൻ ഫോർമേഷൻ അല്ലെങ്കിൽ നിത്യഹരിതം എങ്ങനെയാണ് ഉണ്ടാവുന്നത് വെച്ചാൽ, ഇവിടെ ഇപ്പൊ പറഞ്ഞത് പോലെയാണെങ്കിൽ ഈ വർഷം മുഴുവൻ എങ്ങനെ തന്നെയാണ് ഈ നല്ല ചൂടും നല്ല മഴയായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ ക്രമം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഇടയ്ക്ക് ഒരു നല്ല വിന്റർ കാലോ, അല്ലെ, ഒരു ശൈത്യകാലോ അല്ലെങ്കിൽ നല്ലൊരു വരണ്ട കാലോ, ഡ്രൈ സീസൺ ഒന്നും വരുന്നില്ല. എല്ലാ ദിവസവും ഇതേ രീതിയാണ് അവരിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. മറ്റൊരു കാലോ അല്ലെങ്കിൽ മറ്റൊരു സീസൺ ഒന്നും അവിടെ നമുക്ക് കാണാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ വർഷം മുഴുവൻ, അല്ലെ, വർഷം മുഴുവൻ എന്താണ്? ഹീറ്റും ഒരു മോയ്സ്ചർ ആയിട്ടുള്ള ഒരു ഹ്യൂമിഡ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ തന്നെ ആയതുകൊണ്ട് എന്താണ്? മരങ്ങൾ എന്താണ് എല്ലാ സമയത്തും ഈ പൂവിടുക, അല്ലെ, പൂക്കുക എന്നൊക്കെ പറയുന്ന പരിപാടി ഇല്ലേ, അല്ലെ? കായ് ഉണ്ടാവുക, ഇതൊക്കെ എന്ന് പറഞ്ഞാൽ അതിന് പ്രത്യേക കാലമൊന്നുമില്ല. നമ്മളിപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണ്, ഇപ്പോൾ മാങ്ങ, നമ്മളൊരു മാവ് പൂക്കണമെങ്കിൽ ഒരു സമയമാണ് നമ്മുടെ നാട്ടിൽ. പക്ഷെ അവിടെ എന്തില്ല, അങ്ങനെ ഒരു കാലമില്ല. അവിടെ പൂക്കാനും കായ്ക്കാനും എന്തില്ല, ഒരു കാലം നമുക്ക് കാണാൻ പറ്റില്ല, ഒരു സീസൺ നമുക്ക് കാണാൻ പറ്റില്ല എന്നുള്ളതാണ്. അത് എന്തായി നിലനിർത്തുന്നു? എപ്പോഴും മരങ്ങളെ പച്ചപ്പോടെ നിലനിർത്തുന്നു. അപ്പോൾ ഇല പൊഴിക്കുന്നുണ്ട്, അതേസമയം ആ മരങ്ങൾക്ക് എന്തുണ്ടാവും? ഇല വീണ്ടും വരും, കാരണം കാലമില്ലാത്തതുകൊണ്ട്. ഓക്കെ, എപ്പോഴും ഇങ്ങനെ പച്ചപ്പോടെ തന്നെ ആ മരങ്ങൾ നിൽക്കാൻ വേണ്ടി ഇത് സഹായിക്കുന്നുണ്ട് എന്നുള്ളതാണ്.
പിന്നെ എന്താ, പിന്നെ നമ്മൾ ലാസ്റ്റ് പറഞ്ഞ കാനോപ്പി എന്ന് പറഞ്ഞ സാധനം, അതായത് ഈ മേലാപ്പുകൾ എന്ന് പറഞ്ഞ സാധനം. ആ ചിത്രം നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാലോചിക്കുക. ടെക്സ്റ്റ് ബുക്ക് കൊടുത്തിരുന്ന ചിത്രം കൃത്യമായിട്ട് മനസ്സിലാലോചിക്കുക. അതിൽ ലെയർ ആയിട്ടാണ് എന്ത് തിരിച്ചിട്ടുള്ളത്, ആ ഫോറസ്റ്റ് തിരിച്ചിട്ടുള്ളത്, കാട് തിരിച്ചിട്ടുള്ളത്. അതായത് സൂര്യപ്രകാശം ഏറ്റവും കൂടുതൽ കിട്ടുന്ന സസ്യങ്ങൾ നല്ലപോലെ വളരുകയും അതേപോലെ തന്നെ എന്താ പറയുക, സൂര്യപ്രകാശം വളരെ കുറച്ച് കിട്ടുന്ന സസ്യങ്ങൾ വളരെ ചെറുതായിട്ട് മാത്രം വളരുകയും ചെയ്യുന്ന രീതിയിൽ എന്തായിട്ടുണ്ട്, അതിങ്ങനെ ക്രമീകരിച്ച് വെച്ചിട്ടുണ്ട് അല്ലെ. അതിനൊരു കൃത്യമായിട്ടുള്ള ഒരു സ്ട്രക്ചർ നമുക്ക് കാണാൻ പറ്റും. അത് നിങ്ങൾക്ക് ഇവിടെ എഴുതാം. അതായത് നമുക്ക് ഈ കാടുകളെ മൾട്ടി ലെയർഡ് ആയിട്ട് മാറ്റാം അല്ലെ, കാനോപ്പി ആയിട്ട് നമുക്ക് മാറ്റാം. ഇത് എന്താണ്, സസ്യങ്ങളിൽ ലംബതലത്തിൽ വളരാൻ, സൂര്യപ്രകാശത്തിന്റെ അടിസ്ഥാനപ്പെടുത്തി ലംബതലത്തിൽ വളരാൻ വേണ്ടി സഹായിക്കുന്നു. അതിന്റെ വളർച്ച എന്ന് പറയുന്നത് സൺലൈറ്റിനനുസരിച്ചാണ്. ഇത് നിത്യഹരിതമായിട്ട് മാറുന്നു എന്നുള്ള, എവർഗ്രീൻ ആയിട്ടുള്ള ഒരു ഫോറസ്റ്റ് ആയിട്ട് മാറുന്നു. അതിന് പല ലെയറുകളായിട്ട് നമുക്ക് തിരിക്കാം എന്നുള്ള രീതിയിലൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്താം, ലാസ്റ്റ് നിങ്ങൾക്ക് എഴുതി വെക്കാം. അതിലേക്ക് നിങ്ങൾ വരണം, ആ സ്ട്രക്ചറിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യണം, ഇതിലേക്ക് ആൻസർ ചെയ്ത് വരണം എന്നുള്ളതാണ് കേട്ടോ. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം. അടുത്ത ചോദ്യം എന്ന് പറയുന്നത് പലപ്പോഴും നമ്മൾ വേണ്ടാന്ന് വിചാരിച്ച് വിട്ട് കളയുന്ന ഒരു ഭാഗമാണ്. അതായത് സ്ലാഷ് ആൻഡ് ബേൺ കൾട്ടിവേഷൻ, അതായത് വെട്ടിച്ചുട്ട് കൃഷി, മാറ്റ കൃഷി എന്നൊക്കെ പറയുന്ന ഒരു കൃഷിയെ കുറിച്ചാണ്. റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ സ്ലാഷ് ആൻഡ് ബേൺ കൾട്ടിവേഷൻ. വെട്ടിച്ചുട്ട് കൃഷിയെ കുറിച്ച് ഒരു കുറിപ്പ് തയ്യാറാക്കുക. അതായത് മാറ്റ കൃഷി, ഇതിനെ കുറിച്ചൊരു കുറിപ്പ് തയ്യാറാക്കുക. അതിന് എന്താണ് ആ കൃഷി എന്താണെന്നുള്ള കാര്യം ആദ്യം മനസ്സിലാക്കുക. നമ്മൾ കുറേ ഭാഗത്ത് ഈ കൃഷി രീതിയെ കുറിച്ച് പറയുന്നുണ്ട്. അതായത് പരമ്പരാഗതമായ ആളുകളെല്ലാവരും ഉപയോഗിച്ച് വരുന്ന ഒരു കൃഷിരീതി എന്ന് പറയുന്നത് സ്ലാഷ് ആൻഡ് ബേൺ തന്നെയാണ്. അതിപ്പോൾ എവിടെ നോക്കിയാലും നമ്മളൊരു ട്രൈബിനെ അല്ലെ, ഒരു ഒരു ഗോത്രത്തെയൊക്കെ നോക്കുകയാണെങ്കിൽ ആ ഗോത്രം എപ്പോഴും യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കൃഷിരീതി എന്ന് പറയുന്നത് സ്ലാഷ് ആൻഡ് ബേൺ തന്നെയായിരിക്കും. കാരണം എന്താ, അവരൊരു സ്ഥലത്ത് എന്തല്ല ജീവിക്കുന്ന ആളുകളല്ല, അവർ പലപ്പോഴും നൊമാഡിക് ലൈഫ് പിന്തുടരുന്ന ആളുകളായിരിക്കും, നാടോടികളായിരിക്കും. അവരിങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു സ്ഥലത്ത് തന്നെ ഇങ്ങനെ കൃഷി ചെയ്യുക എന്ന് പറയുന്നത് പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. അതിന്റെ ഒരു രീതി തന്നെയാണ് നമുക്ക് സ്ലാഷ് ആൻഡ് ബേൺ കൾട്ടിവേഷനിലും കാണാൻ പറ്റുക, അല്ലെ വെട്ടിച്ചുട്ട് കൃഷി എന്ന് പറയുന്ന ഈ മാറ്റ കൃഷിയിലും കാണാൻ പറ്റുക. അതായത് ആദ്യം അവരെന്താ ചെയ്യുക, ഇതൊരു ഷിഫ്റ്റിംഗ് കൾട്ടിവേഷൻ ആണ്, ഓൾസോ കോൾഡ് ഷിഫ്റ്റിംഗ് കൾട്ടിവേഷൻ, സ്ഥലം മാറ്റ കൃഷി, വെട്ടിച്ചുട്ട് കൃഷി എന്നൊക്കെ അറിയപ്പെടുന്നുണ്ട്. ഇത് എന്ത് ചെയ്യുന്ന ആദ്യം അവരൊരു വനം ഉണ്ടാവും, ഒരു കാടുണ്ടാവും, അത് അവർ വെട്ടിത്തെളിച്ചിട്ട് അവർ തീയിടും അല്ലെ. അവർ കൃത്യമായി തീയിട്ട് അത് കൃഷിഭൂമി യോഗ്യമാക്കും. അത് ആ ഒരു ഫാമിംഗ് ലാൻഡ് പ്രിപ്പയർ ആക്കി എടുക്കും, ഫാം ലാൻഡ് പ്രിപ്പയർ ആക്കി എടുക്കും. അത് ബേൺ ചെയ്തിട്ട് ഫാം ലാൻഡ് പ്രിപ്പയർ ആക്കി എടുക്കും. എന്നിട്ട് അവരെന്ത് ചെയ്യും, അവിടെ അവർ കൃഷി ചെയ്യും. അവർ എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ, ഇപ്പോൾ കപ്പ, ചേന, ചോളം, വാഴ, എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ എന്ത് ചെയ്യും, അവർക്കായിട്ട് യൂസുള്ള സാധനങ്ങളൊക്കെ അവർ കൃഷി ചെയ്തെടുക്കും. അത് കഴിഞ്ഞിട്ട് കുറേ കാലം കഴിയുന്ന സമയത്ത് ഇതിൻ്റെ ഒരു മണ്ണിൻ്റെ ഒരു ഫെർട്ടിലിറ്റി അല്ലേ, അതിൻ്റെ ഒരു ഫലപുഷ്ടി നഷ്ടപ്പെടും എന്ന് തോന്നുന്ന ഒരു സമയത്ത് അവരെന്ത് ചെയ്യും, ആ സ്ഥലം ഉപയോഗിച്ച് മറ്റൊരു സ്ഥലം തേടി അവർ പോകും. എന്നിട്ട് വീണ്ടും ഇതേ സാധനം പ്രോസസ്സ് സൈക്കിൾ പോലെ വീണ്ടും അവർ ചെയ്തുകൊണ്ടിരിക്കും. മറ്റൊരു കാട്ടിൽ പോവും, ആ കാട് വെട്ടിത്തെളിക്കും, എന്നിട്ട് അവിടെ എന്ത് ചെയ്യും, അവർ കൃഷി ചെയ്യും. ഇതാണ് സംഭവം. ഇതാണ് നമ്മൾ ഷിഫ്റ്റിംഗ് കൾട്ടിവേഷൻ എന്ന് പറയുന്ന, അല്ലെങ്കിൽ സ്ലാഷ് ആൻഡ് ബേൺ കൾട്ടിവേഷൻ, വെട്ടിച്ചുട്ട് കൃഷി എന്നൊക്കെ പറയുന്ന കാര്യം. ഓക്കെ, 4 മാർക്കിനൊക്കെ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. അടുത്തത്, വാട്ട് ഈസ് ദ ഡോൾഡ്രംസ്, എക്സ്പ്ലെയിൻ ഇറ്റ്സ് ഫീച്ചേഴ്സ്. ഇത് നമ്മൾ 1ാമത്തെ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നതാണ് അല്ലേ. എന്താണ് നിർവാത മേഖല, അതിന്റെ പ്രത്യേകതകൾ വിശദീകരിക്കുക. ഇത് നമ്മൾ 1ാമത്തെ ചാപ്റ്ററിലും പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഇത് നമ്മൾ എന്ത് ചെയ്തു, നമ്മളിപ്പോൾ ഇത് 3ാമത്തെ ചാപ്റ്ററിൽ എന്ത് ചെയ്തു, കറക്റ്റായിട്ട് പഠിക്കുന്നുണ്ട്. ആ ബോക്സ് ഒക്കെ തന്ന് കൃത്യമായിട്ട് പഠിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യരുത്, അതൊരിക്കലും വിട്ട് കളയരുത്. അപ്പോൾ എന്താണ് ഡോൾഡ്രംസ് അല്ലെങ്കിൽ എന്താണ് നിർവാത മേഖല എന്ന് ചോദിച്ചാൽ നമുക്ക് എന്ത് പറയാം, ഇത് ഭൂമധ്യരേഖ പ്രദേശത്ത് കാണപ്പെടുന്നതാണ് അല്ലേ. അത് കൃത്യമായിട്ട് അറിയാം. കാരണം എന്താ, ഡയറക്റ്റ് ആയിട്ട് സൺലൈറ്റ് കിട്ടുന്നത് കൊണ്ട് തന്നെ അവിടെ എന്തായിരിക്കും, നേരിട്ട് സൂര്യപ്രകാശം കിട്ടുന്നതുകൊണ്ട് അവിടെ നല്ല ചൂടായിരിക്കും. നല്ല ഹീറ്റ് ആയതുകൊണ്ട് തന്നെ അവിടെ എന്തായിരിക്കും ഉണ്ടാവുക, ലോ പ്രഷർ ആയിരിക്കും ഉണ്ടാവുക, ന്യൂനമർദ്ദമായിരിക്കും ഉണ്ടാവുക അല്ലെ. ഉയർന്ന സൗരോർജ്ജം കാരണം ഭൂമധ്യരേഖ സമയം രൂപപ്പെടുന്ന ന്യൂനമർദ്ദ മേഖല, അതാണ് ഈ നിർവാത മേഖല എന്ന് പറയുന്നത്. കാരണം അവിടെ ന്യൂനമർദ്ദ മേഖല ആയതുകൊണ്ട് തന്നെ, ലോ പ്രഷർ ആയതുകൊണ്ട് തന്നെ എയർ അവിടെ കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ അവിടെ എന്തുണ്ടാവില്ല, ഈ ഒറിസോണ്ടലായിട്ട് നീങ്ങുന്ന കാറ്റുകൾ, വായു ഉണ്ടാവില്ല അല്ലെ. ഒറിസോണ്ടലായിട്ട് പോകുന്ന വിൻഡുകൾ നമുക്ക് അവിടെ കാണാൻ കഴിയില്ല. അതുകൊണ്ടാണ് നിർവാത മേഖല എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ അത് നിങ്ങൾ സിമ്പിളായിട്ട് മറ്റൊരു രീതിയിൽ ആലോചിച്ചാൽ, ഹീറ്റ് കൂടുന്ന സമയത്ത് എപ്പോഴും വായു എന്താ ചെയ്യുക, മുകളിലോട്ട് ഉയരുക ചെയ്യുക, തിരശ്ചീനമായിട്ട് പോകില്ല, വെർട്ടിക്കലായിട്ടേ പോകും അല്ലെ. വായു പ്രവാഹമായിട്ട് എയർ കറണ്ടായിട്ട് മാത്രമേ പോകും. മറ്റേത് വിൻഡ് എന്ന് പറയുമ്പോൾ തിരശ്ചീനമായിട്ട് സഞ്ചരിക്കണം അല്ലെ, ഇങ്ങനെ ഹൊറിസോണ്ടലായിട്ട് സഞ്ചരിക്കണം. അവിടെ കഴിവുണ്ടാവില്ല, അവിടെ വായു ഇല്ലാത്തതുകൊണ്ട് തന്നെ അങ്ങനെ പോകാനുള്ളൊരു ശേഷി അതിനുണ്ടാവില്ല എന്നുള്ളതാണ്. ഓക്കെ, അതിനാണ് നിർവാത മേഖല എന്ന് പറയുന്നത്. ഇവിടെ വായുവിന് എന്ത് ചെയ്യില്ല, ഹൊറിസോണ്ടലി സഞ്ചരിക്കാൻ കഴിയില്ല, തിരശ്ചീനമായി സഞ്ചരിക്കാൻ കഴിയില്ല. ഇത് മറ്റൊരു പ്രത്യേകത എന്താ വെച്ചാൽ, ഇവിടെ ട്രേഡ് വിൻസ് ഇങ്ങനെ ഒരുമിക്കുന്ന സ്ഥലം കൂടിയാണ്. വാണിജ്യ കാറ്റുകൾ അല്ലെ, വാണിജ്യ എന്താ പറയുക, വിൻഡ്, ട്രേഡ് വിൻഡൊക്കെ എന്ത് ചെയ്യാണ്, ഇവിടെയാണ് ഇങ്ങനെ കൺവേർജ് ആവുന്നത്, ഇവിടെ യോജിക്കുന്നത്, ഒരുമിക്കുന്നത് ഈ പ്രദേശത്ത് കൂടിയാണ് എന്നുള്ള കാര്യം കൂടി അവിടെ നിങ്ങൾക്ക് ഓർത്ത് വെക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യുള്ളത്, നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ഇത് എന്ത് ചെയ്യുക, ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ നല്ലപോലെ വർക്കൗട്ട് ചെയ്യുക. ഇത് വായിച്ച് കഴിഞ്ഞ് ടെക്സ്റ്റ് ബുക്ക് എന്ത് ചെയ്യുക, നല്ലപോലെ വർക്കൗട്ട് ചെയ്യുക. അടിപൊളിയായിട്ട് പഠിക്കുക. നമുക്ക് അടുത്ത വീഡിയോ കാണും വരയ്ക്കും. ബൈ.